എനിക്കിനി ഒരു കുഞ്ഞുണ്ടാവത്തില്ലെന്നായിരുന്നു ആ ഡോക്ടർ പറഞ്ഞേ. ഞാനും ഇനി ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചതുമല്ല. ഇതൊക്കെ നീ എന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ? അതല്ല മമ്മി, ടീനയുടെ കുഞ്ഞിനെ ഞാൻ എൻ്റെ കുഞ്ഞിനെ പോലെ സ്നേഹിച്ചു തുടങ്ങിയതാ. അതത്ര നല്ല കാര്യമാണെന്ന് മമ്മി പറഞ്ഞില്ല. മമ്മി, എനിക്കിപ്പോ ഒരു കുഞ്ഞുണ്ടായ മമ്മിക്കത് ഇഷ്ടമാവോ? നീ പറഞ്ഞു വരുന്നത്? അത് നോ, വേണ്ട, പറയണ്ട. നിന്റെ ഡാഡിയെ കൊന്ന ബോബന്റെ കുഞ്ഞിനെ നീ പ്രസവിക്കാൻ പോകുന്നെന്ന് പറയുന്ന ഭാവമെങ്കിൽ അത് വേണ്ട. എനിക്കത് താങ്ങാനാവില്ല മോളെ. മമ്മി പ്ലീസ്. നോ, യു മേ ഗോ നൗ. കുറച്ച് വെള്ളം തന്നെ. ഓ ഓ ഓ. എന്തു പറ്റി? കുറച്ചു നേരം ആയാലും ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ മോന്റെ കാര്യം ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. പിന്നെയും കൺഫ്യൂഷനായോ? ഇല്ല, തീരുമാനിച്ചു. ഇവനെ റിച്ചിക്ക് തന്നെ കൊടുക്കുന്നു. രാവിലെ തന്നെ റിച്ചിയെ വിളിച്ച് ഞാൻ വിവരം പറയും. അവൻ വന്ന് കൊണ്ടുപോയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ അൽഫോൺസ് അച്ഛനെ കൂടി വിളിക്കുന്നതല്ലേ നല്ലത്? അതൊന്നും വേണ്ട സെലീന. ഇത് തികച്ച് നമ്മുടെ ഒരു കുടുംബകാര്യമായിട്ട് കണ്ടാൽ മതി. സംഗതി ഒഫീഷ്യലാക്കണ്ട. അതിനോട് മാത്രം എനിക്ക് യോജിപ്പില്ല. പഴയ കാര്യങ്ങളൊക്കെ ബോബ് മറന്നോ? ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു വന്ന ഒരു കുഞ്ഞായവൻ. മേലിൽ ഇവനും നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ ഇവനെ കൈമാറിയതിന് സാക്ഷിയോ തെളിവോ വേണം. കുറഞ്ഞപക്ഷം 50 രൂപ മുദ്രപത്രത്തിൽ റിച്ചി എഴുതി ഒപ്പിടണം. ആ, അത് ഞാൻ റിച്ചിയോട് പറയാം. അതിനൊന്നും റിച്ചി എതിർപ്പ് പറയാൻ വഴിയില്ല. അങ്ങനെ ഇവൻ നമ്മളെ വിട്ടു പോകുന്നു. സങ്കടം തോന്നുന്നു ബോബൻ. സങ്കടം എനിക്കുണ്ട്. സ്വന്തം പേരിൽ അവകാശ പടംവലി നടക്കുന്നത് വല്ലതും ഇവൻ അറിയുന്നുണ്ടോ? എന്നോടും ചിരിക്കും, റിച്ചിയോടും ചിരിക്കും. അവിടെ ടീനയുടെ അനിയത്തി അമ്മച്ചിയുണ്ട് ഇവനെ നോക്കാൻ. പക്ഷേ റിച്ചി ടീനയുടെ അനിയത്തിയെ കല്യാണം കഴിക്കാൻ പോകുന്നെന്നാ കേട്ടത്. അതോടെ പിന്നെ ഇവന്റെ കഷ്ടകാലം തുടങ്ങുമെന്ന എന്റെ പേടി. ഏയ്, സ്വന്തം ചേച്ചിയുടെ കുഞ്ഞിനെ അവള് വെറുക്കോ? സ്വന്തം ചേച്ചിയല്ലല്ലോ, വേറെ ഏതോ അമ്മയല്ലേ. എന്നാലും ടീനയുടെ പെറ്റമ്മ അവിടെ ഉണ്ടല്ലോ, റിച്ചിയും ഉണ്ട്. വേണ്ട സെലീന, ഇവൻ നമ്മളെ വിട്ടുപോണ അവസ്ഥയിൽ ഇവന് ദോഷം വരുമെന്ന് നമ്മൾ ചിന്തിക്കണ്ട. നല്ലത് മാത്രം വരുമെന്ന് കരുതാം. അതെ, എന്നാലും സ്വന്തം മോനെ പോലെ ഞാൻ ഇവനെ സ്നേഹിക്കാൻ തുടങ്ങിയതാ. വേർപെട്ടു പോകുന്ന ഇവൻ നമ്മളെ മറക്കുമല്ലേ ബോബൻ? അതെ, എൻ്റെ കുഞ്ഞാണെന്ന് കരുതി ഞാൻ എൻ്റെ സ്നേഹം മുഴുവൻ ഇവന് നൽകി. നെഞ്ചി കിടത്തി താരാട്ടുപാടി ഉറക്കി. നിന്നോട് പോലും ഞാൻ അകന്നത് ഇവനോടുള്ള സ്നേഹം കൊണ്ടാ. ഇവനിനി അന്യനാവും പോവാ. എന്തൊക്കെ പരീക്ഷണങ്ങളാ കർത്താവ് നമുക്കായി ഒരുക്കി വെക്കുന്നത്. പോട്ടെ, ഇവൻ ഇവന്റെ സ്വന്തം അപ്പന്റെ കൂടെ തന്നെ വളർത്തെ. എന്നാലും നമുക്കിവനെ മാറി നിന്ന് സ്നേഹിക്കാലോ. എന്തിനാ ചിന്നു നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എൻ്റെ ഈ വലുതേക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ കോരി കുടിച്ചോളാം. വേണ്ട, മുറിവ് നന്നായിട്ട് കരിയുന്നത് വരെ ദേഹം അനക്കിയ വേദനിക്കും. അനങ്ങാതിരുന്ന് കഴിക്കും.
അവസ്ഥ ഇങ്ങനെ തന്നെയാ. ആരെങ്കിലും താങ്ങി പിടിക്കണം, അല്ലെങ്കിൽ വീണു പോകും. അങ്ങനെ പരസ്പരം താങ്ങും തണലും ആവാനല്ലേ കല്യാണം കഴിക്കുന്നത്. നമ്മുടെ കല്യാണം കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതേ മട്ടി താങ്ങി പിടിച്ച് ഞാൻ കഞ്ഞി ഊരിത്തരും. ദാ, എന്താ സംശയമുണ്ടോ? ഇല്ല. ഏയ്, ഒന്നും ആവില്ല. വല്ല പെരിച്ചാഴിയും മുള്ളമ്പന്നിയോ വല്ലായിരിക്കും. ചിലപ്പോ ആയിരിക്കും. പക്ഷേ ഫിലിപ്പോസിനെ ഇനിയും പോലീസിന് കിട്ടിയിട്ടില്ല. വിശപ്പ് കയറി പിന്നെയും വന്നതാണെങ്കിലോ? ആണെങ്കിൽ ഇന്ന് അവന്റെ അവസാനോ? ആരാടാ പുറത്ത്? ആരാണെന്നാ ചോദിച്ചേ? ഒരു പാവം ഫിലിപ്പോസാ. വിശന്നിട്ടാണ് മാതാവേ. ഇച്ചിരി കഞ്ഞി തരുവോ? 100 പുണ്യം കിട്ടും. ഞാനൊരു പാവമാണേ. വിശന്ന് വയ്യാഞ്ഞിട്ടാണേ. എന്ത് ചെയ്യും കരുമ? ശബ്ദം കേട്ടിട്ട് ശരിക്കും വിശന്നുള്ള വരവാന്ന് തോന്നുന്നേ. അമ്മച്ചി, ഇച്ചിരി കഞ്ഞിവെള്ളം താ അമ്മച്ചി. വിശന്നിട്ടാന്നേ. വളരെ ബുദ്ധിപൂർവ്വം അവനെ നമുക്ക് കൊടുക്കണം. അവൻ നല്ല വിശപ്പ് കാണും. എങ്ങനെ അവനെ നമുക്ക് കീഴടക്കണം? ഇനി ഒരിക്കലും ആ പിശാച് മറ്റൊരാളെ ഒന്നും ചെയ്യാൻ അനുവദിക്കരുത്. നീ വാതിലോർക്ക് തുറക്ക്. ഇച്ചിരി കഞ്ഞിവെള്ളം തരുവോ മോളെ? ഞാനൊരു പാവ. അകത്തേക്ക് വാ. കഞ്ഞി കുറച്ചേ ഉള്ളൂ. എന്നെ ഓർമ്മയുണ്ടോ ഫിലിപ്പോസിന്? ഈ കൊച്ചിന്റെ കെട്ടിയോനല്ലയോ? പണ്ട് എപ്പോഴോ ഞാൻ കണ്ടിട്ടുണ്ട്. കഞ്ഞിയില്ലെങ്കിൽ ഇതും കൂടെ കൊടുത്തോ ചിന്നു. ഇനിയും കഞ്ഞി വേണോ? ഓ വേണം. കടലോളം തന്നാലും ഞാൻ കുടിച്ചോളാം. കേട്ടോ കുഞ്ഞുങ്ങളെ, ഞാൻ പണ്ട് ഏതോ വലിയ മുതലാളിയായിരുന്നു. മുതലാളിമാരെല്ലാം ദുഷ്ടന്മാരാ. പന പോലെ വളർത്തിയിട്ട് വെട്ടി താഴെ ഇട്ട് കളയും കർത്താവ്. വാതിലടച്ചേച്ച് നമുക്ക് ആളെ കൂട്ടിയാലോ? ഞാൻ തന്നെ അവന്റെ കൈ അങ്ങ് വെട്ടി മുറിക്കിയാലോ? നീ പേടിക്കണ്ട, നീങ്ങ വാ. അവനെപ്പോഴും പോയില്ല. ഭ്രാന്ത് കൂടിയിരിക്കുക. പുറത്തേക്ക് വാ. മോനെ അങ്ങോട്ട് കൊടുക്കാൻ വെച്ചേ. കഴിഞ്ഞ സംഭവങ്ങളൊക്കെ നമുക്ക് മറക്കാൻ വെച്ചി. സങ്കടങ്ങളും മറക്കാം. നന്മകൾ മാത്രം ഓർത്താ മതി. എന്നോട് ക്ഷമിക്കൂ ബോബ. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പറയാൻ പാടില്ലാത്തൊക്കെ പറഞ്ഞു. ഏയ്, അതല്ലേ സെലീന ഇപ്പം പറഞ്ഞതൊക്കെ മറക്കാന്ന്. നീ ചെയ്ത തെറ്റുകളൊക്കെ നിന്റെ മോനെ തിരിച്ചു കിട്ടാൻ വേണ്ടി മാത്രമായിരുന്നില്ല ഇറച്ചി. അതൊക്കെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് പറ്റും. അതൊന്നും മനസ്സിൽ വച്ചിട്ടുമില്ല. ടീനെ പിടിച്ചടക്കിയ ബോബന്റെ കമ്പനി ഞാൻ തിരിച്ചു തരാം. അർഹതയില്ലാത്തതൊന്നും എനിക്ക് വേണ്ട.
അവിടെ ഒരു മാനേജർ പോസ്റ്റ് എന്ന ആ വരുമാനം കൊണ്ട് ഞാൻ എൻ്റെ മോനെ വളർത്തിക്കോളാം. ഇവനെ സ്വന്തം കുഞ്ഞായിട്ട് ഒത്തിരി സ്നേഹിച്ചതാ ഞങ്ങള്. അങ്ങനെ അങ്ങ് മറക്കാൻ ഞങ്ങൾക്കും പറ്റത്തില്ല മോനെ. അതുകൊണ്ട് ആ സ്നേഹം നിലനിർത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വരവും പോക്കും ഒക്കെ വേണം. അല്ലയോ മോളെ? അതെ, അമ്മച്ചി പറഞ്ഞത് ശരിയാ. ഇവൻ വളരുന്നത് ഞങ്ങൾക്ക് കാണണം. അതെ ഋഷി, ഇവൻ എവിടെ വളർന്നാലും അത് കണ്ട് ഞങ്ങൾക്കും സന്തോഷിക്കണം. അതുകൊണ്ട് ഇതൊരു ബന്ധത്തിന്റെ അവസാനമല്ല, തുടക്കമാ. എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ അമ്മച്ചി. പോയേച്ചു വാ മോനെ. ബോബ. മോന്റെ പപ്പനെ കണ്ട എന്തെടുക്കുവാ? ചക്കര കൊടുന്നല്ലേ പപ്പനെ കണ്ടോ? മോന്റെ പപ്പയെ കണ്ടോ? ചക്കര കൂട്ടാ. എന്ത് വേണടാ മോന്? ഇച്ചായ ചായ. ആന്റി ഇതെന്തൊക്കെയാ മോനോട് ചോദിക്കുന്നത്? അവനെല്ലാം മനസ്സിലാവും. അല്ലട ചക്കരക്കുട്ട, നിന്റെ ഡാഡിയുടെ മമ്മിയുടെ കല്യാണം ആവുമ്പോഴേക്കും നീ ഒരു LKG കുട്ടി ആവോടാ. കരുനാക്ക് വളച്ചോരൊന്നും പറയാതെ മമ്മി. ഇച്ചായ വാക്ക് പറഞ്ഞാ പാലിക്കണം കേട്ടോ. എന്താ? അയ്യോ, എന്താണെന്ന് പോലും അറിയത്തില്ലല്ലേ? എന്തിനാ മോനെ അവളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? ഈ എബ്രഹാം അച്ഛൻ ജർമ്മനിയിലോട്ട് പോയിരിക്കുവാന്ന് ആന്റി എന്നല്ലേ പറഞ്ഞേ? ഇനിയിപ്പോ 2 ആഴ്ച കഴിഞ്ഞാലേ വരത്തുള്ളൂ. വന്ന ഉടനെ കല്യാണം നടത്താം. ഞാനെന്താ വാക്ക് പാലിക്കാത്തവനാണെന്ന് കരുതിയോ? അതല്ല, എനിക്ക് ഇച്ചായന്റെ കൂടെ ജീവിക്കാൻ കൊതിയായിട്ടാ. അത് കൊള്ളാം. നീ ഇപ്പൊ എന്റെ കൂടെ തന്നെയല്ലേ ജീവിക്കുന്നേ? അങ്ങനല്ല, പിന്നെങ്ങനാ? എനിക്ക് നാണമാകുന്നു പറയാൻ. കഷ്ടം. ഈ കൊച്ചിനെ ഇട്ട് പട്ട് കളിപ്പിക്കാതെ. ആ, നീ ഒന്ന് മോനെടുത്തേ. നിനക്ക് കുഞ്ഞുങ്ങളെ എടുക്കാൻ അറിയാവുന്ന ഞാനൊന്ന് നോക്കട്ടെ. എന്നിട്ടല്ലേ കല്യാണം വേണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നേ. ദാ മോളെ, ദാ, എടുത്തോ. കരയില്ലടാ. അയ്യോ, അവൻ- അയ്യോ, എന്നതാ? ഞാനിപ്പോ മരിക്കും. അയ്യോ, എന്നതാ? എന്താ സെലീന? അമ്മച്ചി, അമ്മച്ചി ഒന്ന് വന്നേ. അയ്യോ, അയ്യോ, സെലീന, വയറുവേദനയാണോ? അതെ, സഹിക്കാൻ പറ്റുന്നില്ല. അയ്യോ, നമ്മുടെ കുഞ്ഞ്. അയ്യോ, അയ്യോ, അങ്ങനൊന്നും പറയരുത് സെലീന. ഒന്നും വരികയില്ല. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എന്നതാ? അമ്മച്ചി, അമ്മച്ചി, വല്ലാതെ വയറുവേദനിക്കാ സെലീനയ്ക്ക്. അയ്യോ അമ്മച്ചി, ഈ കുഞ്ഞ് പോവുന്ന തോന്നുന്നേ. എവിടാ മോളെ അയ്യോ. വേദന? അടിവയറ്റിലാണോ? അല്ല, ഇവിടെ. അമ്മച്ചി, കുഞ്ഞിന് കുഴപ്പം വല്ലതും പറ്റുമോ? വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അമ്മച്ചി. അതാ നല്ലത്. നീ ഒന്നും മിണ്ടാതിരുന്നേ, ഞാൻ ഇപ്പൊ വരാം. ഇത്തിരി ജീരക കാപ്പിയും വായുകുളിയും അകത്തി എന്നാ പിടിച്ചു കെട്ടിയ പോലെ വേദന അങ്ങ് നിൽക്കും. അല്ല അമ്മച്ചി, ഇത് വേറെ ഏതാണ്ടാ. എനിക്കിപ്പം അയ്യോ. സെലീന, അല്ലേ, ഒരു ചെറിയ വേദന വരുമ്പോഴേക്കും ഇങ്ങനെ പേടിക്കാൻ തുടങ്ങി. എങ്ങനെ? നീ ആ വെള്ളം ഇത്തിരി കുടിപ്പിച്ചേ, അപ്പോഴേക്ക് ഞാനിങ്ങ് വരാം. അയ്യോ. അയ്യോ. പിടിക്ക്. ഒത്തിരി കാലം ആശിച്ചു കിട്ടിയതാ. പോവോ ബോബ?